ഫൈനൽ ആർഗ്യുമെന്റിലേക്ക് നമ്മൾ വിശദമായി വരികയാണ്. രമേശ് ചെന്നിത്തല എങ്ങനെ അനുനയിപ്പിക്കണം എന്ന കാര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിനകത്തെ പ്രധാനപ്പെട്ട ചർച്ച. ഇതിനകം ദീപാദാസ് മുൻഷി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഒന്നും അങ്ങ് വിട്ടുപറയുന്നില്ല രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് തന്നെ കിട്ടണമെന്ന് അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരായ ആളുകൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ജോസഫ് വാഴക്കനെ KPC അധ്യക്ഷനാക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചതായും പറയപ്പെടുന്നു. എന്തായാലും ഇന്നത്തെ UDF യോഗത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുത്തിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതൃപ്തിയും അസംതൃപ്തിയും നീങ്ങിയിട്ടില്ലേ? അദ്ദേഹത്തെ എങ്ങനെ സെറ്റിൽ ചെയ്യാനൊക്കും UDFന്? അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ആദ്യം നമ്മൾ സംസാരിക്കുന്നത്. നിഷാദ്, രമേശ് ചെന്നിത്തലയ്ക്ക് ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് ഏറ്റവും അടുത്ത മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട സ്ഥാനം അതാണ് ആവശ്യപ്പെടുന്നതൊപ്പം KPC അധ്യക്ഷ പദവി അദ്ദേഹത്തിന് വിശ്വസ്തനടക്കം. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രായോഗികമായി നടക്കാവുന്ന കാര്യങ്ങളാണോ? കോൺഗ്രസ് ആണ് പാർട്ടി. സമവായത്തിന്റെ ഭാഗമായിട്ട് ആ പാർട്ടി എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല ഉണ്ടാക്കുന്ന ഈ സമ്മർദ്ദത്തിന് അദ്ദേഹത്തിന് എന്തുമാത്രം പിന്തുണ ഉണ്ടാക്കാൻ കഴിയുന്നുള്ള ചോദ്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യം നോക്കൂ. കോൺഗ്രസിനകത്ത് അതായത് VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നുള്ള ആഗ്രഹം സതീശൻ ഒറ്റയ്ക്കോ സതീശൻ്റെ കൂടെയുള്ള ആളുകൾ ഉണ്ടാക്കിയ സമ്മർദ്ദമല്ല, അതിന്മേൽ പ്രവർത്തിച്ചത് ജനങ്ങളുടെ താല്പര്യം എന്ന സംഗതിയാണ്. ജനങ്ങളാകെ തന്നെയും ഇറങ്ങിയെന്ന് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത് സതീശൻ ജയിക്കാനും സതീശൻ മുഖ്യമന്ത്രിയാകാനുമാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് സതീശൻ മുഖ്യമന്ത്രിയായത്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു പൊതുജന വികാരത്തിൻ്റെ ഒരു സിമ്പതിയുടെ ഒരു ആവേശത്തിൻ്റെ പിന്തുണ സത്യത്തിൽ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഒറ്റയ്ക്ക് ഞാനൊരു സീനിയർ ലീഡറാണ്, ആ സീനിയർ ലീഡറായി എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പരിഗണന കിട്ടണമെന്ന് പറയുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ആളുകളും തമ്മിൽ മാത്രമുള്ള എൻഗേജ്മെൻ്റാണ്. ജനത്തിനകത്ത് യാതൊരു റോളുമില്ല, ആൻഡ് ലീസ്റ്റ് ഇൻട്രസ്റ്റഡുമാണ്. അതായത് രമേശ് ചെന്നിത്തലയുടെ അക്കോമഡേഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ, ഞാൻ രമേശ് ചെന്നിത്തല ഒട്ടും കുറച്ച് കാണുന്നില്ല, അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ്, കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും അവൈലബിൾ സീനിയർ ആയിട്ടുള്ള ആളാണ്. അതൊക്കെ അവിടെ ഇരിക്കെ തന്നെ രമേശ് ചെന്നിത്തലയെ ഈ സർക്കാർ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കേരളത്തിൽ UDFന് വോട്ട് ചെയ്ത ആളുകളിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും ഒരു അജണ്ടയല്ല, അവരുടെ താല്പര്യ വിഷയമല്ല, അവരതിനകത്ത് ഇടപെടാനും പോകുന്നില്ല. അപ്പോഴും അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. രമേശ് ചെന്നിത്തല ചോദിക്കുന്നത് ആഭ്യന്തര വകുപ്പാണ്. രമേശ് ചെന്നിത്തല ഇതിന് മുൻപും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് പരാജയമായിരുന്നു ഞാൻ പറയില്ല, എന്നാൽ ഒരുപാട് വിവാദങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ UDF സർക്കാരിനെ കുറിച്ച് അതിന് വോട്ട് ചെയ്തിരിക്കുന്ന ജനങ്ങളും അല്ലെങ്കിൽ ആ സർക്കാരിനെ ഉണ്ടാക്കാൻ പണിയെടുത്ത UDFൻ്റെ അണികളും ആഗ്രഹിക്കുന്ന ഒരു സമീപനമുണ്ട്. ഈ സർക്കാർ എന്തായിരിക്കണം, ഈ സർക്കാരിൻ്റെ പോളിസി എന്തായിരിക്കണം, ഈ സർക്കാർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പൂഴ്ത്തിവെക്കപ്പെട്ട ഏതൊക്കെ കേസുകൾ തിരിച്ചെടുക്കണം. ഈ കാര്യത്തിലൊക്കെ UDFകാർക്ക് ചില ആശയാഭിലാഷങ്ങളുണ്ട്. ആ ആശയാഭിലാഷങ്ങൾ നിറവേറ്റുന്നതിന് ഇതിന് മുൻപുണ്ടായിരുന്ന UDF സർക്കാരിനെ പോലെ പ്രവർത്തിച്ചാൽ പോലെ അതിന് അങ്ങേരത്തെ അഗ്രസീവ് മൈൻഡ് വേണം, നല്ല ഓർമ്മയുണ്ടാവണം. അതാണ് VD സതീശൻ പറഞ്ഞത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നേരെ നടത്തിയിട്ടുള്ള അതിക്രമങ്ങൾ ഞങ്ങൾ മറന്നുപോയില്ല. അത് പലതും പോലീസിനെ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഒന്നായിരുന്നു. അപ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ, രണ്ടാമത്തേത് പോലീസിനെ നന്നാക്കൽ. ഇത് രണ്ട് കാര്യത്തിലും, ഒന്ന് പോലീസിനെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ സംഘപരിവാറിൻ്റെ ഒരു ടൂളായി പല ഘട്ടത്തിലും പ്രവർത്തിച്ചു എന്ന ആക്ഷേപമുള്ള പോലീസിനെ പരുവപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്ന അതിദൗത്യം നിർവഹിക്കാനുണ്ട്. അത് നിർവഹിക്കാൻ രമേശ് ചെന്നിത്തല എന്തുമാത്രം വിഷണറിയാണ് എന്ന ചോദ്യം UDFകാർക്ക് തന്നെയുണ്ട്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ പൂഴ്ത്തിവെച്ച പലതരം കേസുകളുണ്ടല്ലോ, പല താല്പര്യങ്ങൾക്ക് വേണ്ടി പൂഴ്ത്തിവെക്കുകയോ അട്ടിമറിക്കുകയോ ചെയ്ത ഇപ്പോൾ മരമുറി പോലെയുള്ള കേസുകളുണ്ട്. അത്തരം കേസുകളിലൊക്കെ അന്വേഷണം വേണമെന്നുള്ള ആഗ്രഹം UDFലെ ആളുകൾക്ക് മുഴുവനായുമുണ്ട്. അത്തരം കേസുകൾക്കകത്ത് വളരെ അഗ്രസീവായിട്ടുള്ള പൊസിഷൻ എടുക്കുന്ന ആളാണോ രമേശ് ചെന്നിത്തല എന്ന ക്വസ്റ്റ്യനും ഈ പറയുന്ന UDFൻ്റെ സപ്പോർട്ട് ബേസിലുള്ള ആൾക്കാർക്കുണ്ട്. സോ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പിലേക്ക് വന്നാൽ അദ്ദേഹം അതല്ലാതെ വേറെ ഏത് വകുപ്പിലും വന്നോട്ടെ എന്ന് വിചാരിക്കുന്നവരൊക്കെ നമുക്ക് കാണാൻ പറ്റും. വന്നാൽ അത് നിർവഹിക്കപ്പെടുമോ എന്നുള്ള ആശയക്കുഴപ്പവും ആശങ്കയും ഉണ്ട് എന്ന് ഒഴിച്ചു നിർത്തിയാൽ രമേശ് ചെന്നിത്തല ഇപ്പോൾ നടത്തുന്ന ഈ സമ്മർദ്ദത്തിന് ഒരു ബഹുജന പിന്തുണയോ പാർട്ടിയിൽ ആകമാനമുള്ള മനുഷ്യരുടെ പിന്തുണയോ ഇല്ല. ബട്ട് അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ പൊതുവികാരം. ഇപ്പോൾ K. മുരളീധരനൊക്കെ പറഞ്ഞല്ലോ, അദ്ദേഹം കൂടി ഈ മന്ത്രിസഭയുടെ ഭാഗമാകേണ്ടതുണ്ട്. അപ്പോൾ രമേശിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു മന്ത്രിസഭ ഉണ്ടാക്കൽ ഈസ് നോട്ട് പോസിബിൾ. അതൊരു നല്ല തുടക്കമായിരിക്കില്ല, അത് അങ്ങനെ ആലോചിക്കാൻ കഴിയുന്നൊരു കാര്യമായിരിക്കില്ല. സോ രമേശ് ചെന്നിത്തലയും എനിക്ക് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ താൻ മുഖ്യമന്ത്രി ആവില്ല, ഈ റേസിലോ അവസാനത്തെ ഓട്ടത്തിലുള്ളത് സതീശനും KC വേണുഗോപാലും തന്നെയാണ്, താൻ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റായി വന്നേക്കുമെന്ന് അവസാനം അദ്ദേഹം ആശിച്ചു. ഇപ്പോൾ അദ്ദേഹം ഫോഴ്സ് ചെയ്യുന്നത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം കിട്ടാത്തതുകൊണ്ടല്ല, അദ്ദേഹം ഫോഴ്സ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഏറ്റവും മികച്ച പോർട്ട്ഫോളിയോ കിട്ടാനാണ്. അത് കൊടുക്കാൻ കോൺഗ്രസ് നിർബന്ധിതമാകുമെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ വിചാരിക്കുന്നത് അത് ചിലപ്പോൾ കൊടുത്തു കളയുന്നതാണ്. അജിംസ്, അതിനകത്ത് VD സതീശൻ മുഖ്യമന്ത്രിയായി വരണം എന്ന് ആഗ്രഹിച്ച ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആഭ്യന്തര വകുപ്പ് ഉണ്ടാകുമോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
അതുകൊണ്ട് അവരെ തെറ്റു പറയാൻ ഒക്കില്ല. കാരണം പല കാര്യങ്ങളിൽ ഇപ്പോൾ നിഷാദ് സൂചിപ്പിച്ചതുപോലെ പിണറായിക്ക് പകരം സതീഷിനെ തെരഞ്ഞെടുത്തത് ഈ പോലീസിലെ അടക്കമുള്ള ആഭ്യന്തര വകുപ്പിലെ അടക്കമുള്ള വിമർശനങ്ങളുടെ പുറത്താണ്. അപ്പോൾ അത് ആ ആഭ്യന്തര വകുപ്പ് കിട്ടണമെന്ന് സതീശൻ ശഠിക്കുന്നത് എളുപ്പവും പ്രായോഗികവുമാണോ ഇപ്പോഴത്തെ കണ്ടീഷൻ? അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച പോലെ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരള രാഷ്ട്രീയം വലിയ തോതിൽ മാറിയിട്ടുണ്ട്. ആ കേരള രാഷ്ട്രീയം മാറിയതിൻ്റെ ഫലമാണ് സതീശൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, 2016 മുമ്പ് ഒരു UDF സർക്കാർ അധികാരത്തിലുണ്ടായിരുന്നു. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്നു രമേശ് ചെന്നിത്തല. അപ്പോൾ 2016 വരെയുള്ള കേരള രാഷ്ട്രീയമേ അല്ല 2026 നമ്മൾ കാണുന്നത്, വേറെ തന്നെ രാഷ്ട്രീയമാണ്. അവിടെ UDF സർക്കാരിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് കൊടുത്തൊരു പ്രോമിസ് പാലിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ നിഷാദ് പറഞ്ഞത് മാത്രമല്ല, ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം, PV അൻവർ LDFയിൽ നിന്ന് ഇറങ്ങി വന്നു ഉന്നയിച്ച പ്രധാനപ്പെട്ട ചില ആരോപണങ്ങളുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടും മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടും. അതുമാത്രമല്ല, കുറേയധികം ക്രിമിനൽ കേസുണ്ട്. ഒരു മാമി തിരോധാന കേസ്, ഒരു അന്വേഷണമായിട്ടില്ല, അയാൾ എവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ല. ഒരു യുവാവിനെ മലപ്പുറത്ത് വെടിവെച്ച് വന്നിട്ട് ആ സ്ഥലത്താണ് ഇടവണ്ണയിൽ. ഈ 2 കേസിലും പോലീസിനെതിരെയാണ് ആരോപണമുള്ളത്. ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് ഇനി വരുന്ന ആഭ്യന്തരമന്ത്രിയുടെ ബാധ്യതയാണ്. അതല്ലെങ്കിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ തുടർന്ന് UDF തന്നെ പിണറായി വിജയൻ സർക്കാരിനെതിരെ പീരങ്കി തിരിച്ചതാണ്. ആരോപണം ഇടവരെത്തി തൃശ്ശൂർ പൂരം കലക്കുന്നത് മുതൽ ADGP RSS മേധാവിയെ കാണാൻ പോയത് മുതൽ CPM BJP അലയൻസാണ് ഇതിനൊക്കെ പിന്നിലെന്നുള്ള വലിയ ഗുരുതരമായ ആരോപണം. ആ ആരോപണങ്ങൾ കൂടിയുള്ള മാൻഡേറ്റാണ് തവണത്തെ UDFിൻ്റെ സർക്കാർ. അവസാനം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ എന്തായിരുന്നു, ഡീലായിരുന്നു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് അജണ്ട, BJP CPM ഡീൽ. അപ്പോൾ ഇതിനൊക്കെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്ന കുറേ അധികം കേസുകളും ആരോപണങ്ങളും പെൻഡിങ്ങിലാണ്. ADGPക്കെതിരായ ത്രിതല അന്വേഷണം മുതൽ, തൃശ്ശൂർ പൂരം കലക്കിയ അന്വേഷണം മുതൽ, ഈ ഒരു മാമി തിരോധാന കേസ് മുതൽ, ഈ യുവാവിൻ്റെ വെടിയേറ്റുള്ള മരണം മുതൽ, സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ. സ്വർണ്ണക്കള്ളക്കടത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അധികാരം ശ്രദ്ധിക്കപ്പെടാതെ പോയത്, കൗണ്ടിംഗ് ഡേയുടെ അന്ന് UDF അധികാരത്തിലേറുകയാണെന്ന് അറിയുന്ന ഉടൻ ഉച്ചയാകുമ്പോഴേക്ക് കരിപ്പൂർ എയർപോർട്ടിൽ മലപ്പുറം പോലീസിൻ്റെ സ്ക്വാഡിനെ അവിടെ നിന്ന് സ്ഥലം മാറ്റി. ഏത് സ്ക്വാഡിനെ? ഈ സ്വർണ്ണക്കള്ളക്കടത്ത് തടയാൻ വേണ്ടി SP സുജിത് ദാസ് നിയോഗിച്ച സ്ക്വാഡിനെ അവിടെ നിന്ന് സ്ഥലം മാറ്റി. അപ്പോൾ അത്രയും സെൻസിറ്റീവായ വിഷയമാണ്. ഭരണം മാറുകയാണെന്ന് പോലീസ് സംവിധാനത്തെ അറിഞ്ഞുകൊണ്ട് അവരെ മാറ്റുന്നെങ്കിൽ അത് എത്രമാത്രം സെൻസിറ്റീവും ഗൗരവമുള്ള വിഷയമാണെന്ന് അറിയണം. ഇത്തരം കേസുകൾ എന്ത് ചെയ്യണം? ഇത്തരം കേസുകൾ തുടരന്വേഷണം ഉണ്ടാവണം. അതിൽ ജനങ്ങൾക്ക് കൊടുത്ത പ്രോമിസ് അവർ പാലിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പോലീസിനകത്ത് സംഘപരിവാർ സ്വാധീനമുണ്ട് എന്ന് LDFിലെ ഘടകകക്ഷിയായ CPIയുടെ നേതാവ് ആനിരാജ പറഞ്ഞതാണ്. CPM അണികൾക്കും പ്രവർത്തകർക്കും ആ സംശയമുണ്ട്. മറ്റൊന്ന്, പോലീസിലേക്ക് പൊതുപ്രവർത്തകർക്ക് ആക്സസ് ഇല്ല എന്ന ആരോപണം CPMന് തന്നെയുണ്ട്. കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം കൂടിയാണത്, UDFിൻ്റെ ആവശ്യം കൂടിയാണത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ പാലിക്കപ്പെടേണ്ട ഒരു പൊസിഷനാണ് ആഭ്യന്തരമന്ത്രി സ്ഥാനം. അതിൽ രമേശ് ചെന്നിത്തല ആപ്റ്റാണെന്ന് ചോദിച്ചാൽ ഞാൻ അദ്ദേഹത്തിന് അതിന് ആ കഴിവില്ല എന്ന് ഞാൻ പറയില്ല. കാരണം കഴിഞ്ഞ UDF സർക്കാരിൻ്റെ അവസാന കാലത്ത് 2014 മുതൽ 16 വരെ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു. ആ സമയത്ത് സർക്കാരിനെതിരായ നിരവധി അഴിമതി ആരോപണങ്ങൾ നടക്കുകയാണ്. ആലോചിച്ച് നോക്കുക, ബാർക്കോഴ കേസ്, സോളാർ സ്കാം മുതൽ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ നടക്കുകയാണ്. രമേശ് ചെന്നിത്തലയുടെ കീഴിലുള്ള വിജിലൻസ് തന്നെയാണ് ബാർക്കോഴ കേസ് അന്വേഷിക്കുന്നത്. അപ്പോൾ സർക്കാരിനെതിരെ നടക്കുന്ന അഴിമതി ആരോപണം അന്വേഷിക്കുന്ന ഏജൻസിയുടെ തലവൻ എന്ന നിലയിൽ അദ്ദേഹവും കൂടി എന്നാണ് ഒരുതരം ഹോട്ട് സീറ്റിലായിരുന്ന ഒരു സമയം കൂടിയാണ്. അത് പറഞ്ഞ് അദ്ദേഹത്തെ ചൂട് വല്ലാതെ അപമാനിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ 2018 കോടിയേരി ബാലകൃഷ്ണൻ ചെന്നിത്തല തമ്മിൽ വലിയൊരു സ്പാറ്റ് കാണുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, BJP CPM ഡീലുണ്ട് എന്ന് ചെന്നിത്തല അന്ന് ഉന്നയിക്കുന്നു ഒരു വിഷയം. കേന്ദ്ര ഏജൻസികൾ ഇത് ഗൗരവത്തിലെടുക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല, എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ആ സംഭവം ഉണ്ടാകുന്നത്. അവിടെ ചെന്നിത്തല സംഘപരിവാറുകാരനാണ്, കോൺഗ്രസിലെ സർസംഘചാലകാണ് ചെന്നിത്തല എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചിരുന്നു. അന്ന് ചെന്നിത്തലയുടെ സെക്യുലർ ക്രെഡൻഷ്യൽ സംബന്ധിച്ച് വലിയൊരു ഡിബേറ്റ് കേരള പൊളിറ്റിക്സിൽ നടന്നിട്ടുണ്ട്. കാരണം അനാവശ്യമായി അദ്ദേഹത്തെ സംഘി എന്ന് വിളിക്കപ്പെടുന്നു എന്നൊരു വാദം അന്ന് ഉയർന്നിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ നീണ്ടകാല രാഷ്ട്രീയ ചരിത്രം നോക്കുക, 28 വയസ്സിൽ മന്ത്രിയായ ആളാണ്. ഒരുപാട് പോർട്ട്ഫോളിയോസ് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് തന്നെ പല റാങ്ക് ആൻഡ് ഫയൽസിലും. ഇന്ന് കേരളത്തിൽ നിന്നുള്ള KC വേണുഗോപാലിനോടൊപ്പം തന്നെ അതിലും സീനിയറായിട്ടുള്ള ഏറ്റവും മുതിർന്ന ദേശീയ നേതാവാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിനെ ചെറുതായി കാണാൻ കഴിയില്ല. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് വരികയാണ്, 2011 to 16 ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്തെ കേരള രാഷ്ട്രീയമല്ല 2026 ആ കാലഘട്ടം മറികടക്കാൻ എത്ര കോൺഗ്രസ്സുകാർക്ക് പറ്റും? ചെന്നിത്തല മാത്രമല്ല, എത്ര കോൺഗ്രസ്സുകാർക്ക് ആ കാലഘട്ടം മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നിർണായകമായ ചോദ്യം. VD സതീശൻ അത് മറികടന്നിട്ടുണ്ട്. അത് അദ്ദേഹം വ്യക്തിപരമായി തെളിയിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ടീമിൽ വരുന്ന എത്ര ആളുകൾ ഈ പറയുന്ന ഹാങ് ഓവർ, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ഹാങ് ഓവർ മറികടന്നാണ് ഈ മന്ത്രിസഭയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് പ്രധാനം. അതിൽ ചെന്നിത്തലയെ മാത്രം ഒറ്റതിരിഞ്ഞ് ചോദ്യം ചെയ്യുന്നതിൽ കാര്യമില്ല. അന്നുണ്ട് രമേശ് ചെന്നിത്തലയുടെ കാലത്താണ് അല്ലേ സാജു വെള്ളാപ്പള്ളി നടേശനെതിരെ വിദ്വേഷ പരാമർശത്തിന് കേസെടുക്കുന്നത്. ഓപ്പറേഷൻ കുബേര അന്നത്തെ ഒരു വലിയ പ്രോജക്റ്റ് ആയിരുന്നു, വൻ സക്സസ് ആയ സംഗതിയാണ്. അപ്പോൾ രമേശിന്റെ ആഭ്യന്തരമന്ത്രി പദം എന്ന് വെച്ചാൽ മോശമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവരുടെ മുമ്പിലുള്ളത് സവിശേഷമായ വെല്ലുവിളികളാണെന്നുള്ളതാണ് പോയിന്റ്.
സാജു പ്രൂവണാണ്. ഇപ്പോൾ വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഫ്രഷ് ഫേസ് ആണ്. പക്ഷെ സാങ്കേതികമായി നോക്കുമ്പോൾ രമേശ് ചെന്നിത്തല നേരത്തെ ആഭ്യന്തര മന്ത്രിയായ ഒരാളാണ്, വഴക്കമുള്ള ഒരാളാണ്. പക്ഷേ ഈ സിനാരിയോ മാറിയതുകൊണ്ട് സതീശൻ തന്നെ വകുപ്പ് കൈയാളട്ടെ എന്നുള്ളൊരു വാദമുണ്ടല്ലോ, അതിന് എത്ര കണ്ട് പരിഗണിക്കേണ്ട ഒന്നാണ്? ഈ ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തല ചോദിച്ചു എന്നാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകൾ. പക്ഷേ ആഭ്യന്തര വകുപ്പിന് അർഹതയുണ്ടോ എന്നതിനപ്പുറത്തേക്ക് രമേശ് ചെന്നിത്തല ഈ മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ വേണ്ടയാളാണ് എന്നാണ് ഞാൻ പറയുക. കാരണം എന്തുകൊണ്ടായിരുന്നു, രമേശ് ഒരു കോൺഗ്രസ് വിരുദ്ധനല്ല, പാർട്ടിക്കകത്തുള്ള പാർട്ടി വിരുദ്ധ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന ആളല്ല രമേശ് ചെന്നിത്തല എന്നുള്ളതാണ് അയാളുടെ ഒന്നാമത്തെ ഗുണം. അതായത് പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന്, നേതാവ് സ്ഥാനത്ത് നിന്ന് നീക്കിയപ്പോഴും അയാൾ കലാപത്തിന് പോയിട്ടില്ല. എല്ലാം അടക്കിപ്പിടിക്കുകയാണ് ആ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല ചെയ്ത്. കോൺഗ്രസിന്റെ സ്ഥിരം രീതിയാണെങ്കിൽ എത്രത്തോളം അലമ്പാക്കാമായിരുന്നോ കഴിഞ്ഞ 5 വർഷം അതിനെ പ്രതിപക്ഷത്തെ കൊണ്ടുപോയിട്ടില്ല രമേശ് ചെന്നിത്തല. ഒപ്പം പ്രവർത്തക സമിതിയിൽ അതിനുശേഷം സ്ഥിര അംഗത്വം ലഭിക്കും എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതീക്ഷ. ആ ഘട്ടത്തിൽ അത് ലഭിക്കാതെ വന്നപ്പോഴും അയാൾ പരിഭവം പ്രകടിപ്പിക്കുക മാത്രമാണ്. അപ്പോഴും പൊട്ടിത്തെറിച്ചില്ല. പാർട്ടി ചില വിഷമങ്ങൾ തനിക്കുണ്ടായി എന്ന് മാത്രം പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ അതേപോലെ പാർട്ടിക്ക് വഴങ്ങി. ഇത്തവണ സീനിയോറിറ്റി പരിഗണന കിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്ന് ആത്മാർത്ഥമായി രമേശ് ചെന്നിത്തല വിശ്വസിച്ചിരുന്നു. അത് കിട്ടാത്തപ്പോൾ പൊട്ടിത്തെറിച്ചിട്ടില്ല രമേശ് ചെന്നിത്തല ഈ ഘട്ടത്തിൽ പോലും എന്ന് ഓർക്കണം. പുറമേക്ക് സതീശനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. തൻ്റെ പാർട്ടിക്കെതിരെയോ പാർട്ടിയുടെ ഹൈക്കമാൻഡ് എടുക്കുകയോ ചെയ്ത തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തെരുവിലേക്ക് പോയിട്ടില്ല രമേശ് ചെന്നിത്തല ഈ ഘട്ടത്തിലും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഒരു നല്ല വകുപ്പ് കിട്ടിയാൽ രമേശ് ചെന്നിത്തല വഴങ്ങും. ഇപ്പോഴത്തെ പ്രതിസന്ധിയൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വഴങ്ങും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ആഭ്യന്തര വകുപ്പ് തന്നെ ആകണമെന്ന നിർബന്ധ ബുദ്ധി പോലും രമേശ് ചെന്നിത്തല അവസാന ഘട്ടത്തിൽ കാണിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം അദ്ദേഹത്തിന് ചില ആവശ്യങ്ങൾ കൂടി ഉണ്ടാവും. വളരെ കുറഞ്ഞ MLA-മാരാണ് തനിക്കൊപ്പം ഉള്ളത്. അതിൽ നിന്ന് തന്നെ ചിലർക്ക് നല്ല പരിഗണന ഈ മന്ത്രിസഭയിൽ കിട്ടണമെന്ന ആഗ്രഹവും ഒരുപക്ഷെ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചേക്കും. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് ചില ഗുണങ്ങളുണ്ട്. നിയമസഭാ സമ്മേളനത്തിൽ പോയാൽ നമുക്കറിയാം, ഒരു ജൂനിയർ അംഗം എന്തെങ്കിലും തനിക്കെതിരെ പറഞ്ഞാൽ പോലും പല നേതാക്കളും അത് ജൂനിയർ അംഗമല്ലേ അവഗണിച്ച് വിട്ടേക്കാം എന്നൊക്കെ കരുതും. പക്ഷേ രമേശ് ചെന്നിത്തല അങ്ങനെയല്ല. അതിനു പോലും മറുപടി പറയും. അത് ഗുണകരമാണോ ഒരു മുതിർന്ന നേതാവിനെ സംബന്ധിച്ച് അല്ലയോ എന്നതൊക്കെ വേറെ വിഷയമാണ്. പക്ഷേ അംഗത്തിൻ്റെ ഇന്ന മണ്ഡലത്തിലെ ബഹുമാനപ്പെട്ട അംഗം എന്നൊക്കെ വിളിച്ചിട്ട് മറുപടി പറയുന്ന വഴക്കം കാട്ടും. മറ്റൊന്ന്, ഈ പല ഘട്ടങ്ങളിലും വേണമെങ്കിൽ പാർട്ടി വിട്ടുപോകാവുന്ന മാനസികാവസ്ഥയിൽ രമേശ് ചെന്നിത്തല എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും പോയിട്ടില്ല. കരുണാകരൻ പാർട്ടി വിട്ടുപോയപ്പോഴും ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്ന് കോൺഗ്രസിനെ നയിച്ച ആളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല KPCC അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് പണിയെടുത്ത് ഭരണത്തിലും എത്തിച്ചിട്ടുണ്ട്. അതിനാൽ കോൺഗ്രസിന് ചെന്നിത്തലയുടെ ആവശ്യങ്ങൾ അങ്ങനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടൊന്നും പോകാൻ കഴിയില്ല. ഇപ്പോഴും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളിൽ തെരുവിലിറങ്ങിയാൽ, ഏത് ജംഗ്ഷനിൽ ഇറങ്ങിയാലും ഒരു 5 പേരെങ്കിലും കൂടെയുള്ള നേതാവാണ് രമേശ് ചെന്നിത്തല എന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല. പക്ഷേ പുതിയ കാലത്ത് ആഭ്യന്തര വകുപ്പ് തന്നെ അദ്ദേഹത്തിന് കൊടുക്കണമോ എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോൾ നേരത്തെ നിഷാദും അജിംസും പറഞ്ഞതുപോലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയരാനുള്ള സാധ്യത ഏറെയുമാണ്. പക്ഷേ അപ്പോഴും രമേശ് ചെന്നിത്തലയെ പോലെ പരിചയസമ്പന്നനായ ഒരാൾ V.D. സതീശൻ മന്ത്രിസഭയിൽ ഉണ്ടാകുന്നതാണ് കോൺഗ്രസിനും നല്ലത് അടുത്ത 5 വർഷത്തേക്ക് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. യെസ്, പറവൂരിൽ ഇപ്പോൾ V.D. സതീശന് സ്വീകരണം നൽകുകയാണ്. മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നു സതീശൻ. അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് അവിടെ നാട്ടുകാർ ഒരുക്കുന്നത്. അതിന് ദൃശ്യങ്ങളിലേക്കൊന്ന് വേഗത്തിൽ പോയി വരാമെന്ന് തോന്നുന്നു. യെസ്, പറവൂരിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെ വലിയ സ്വീകരണം പ്രവർത്തകർ ഒരുക്കുന്നുണ്ട്. യെസ്, ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വരാം. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വരാം. ഇടവേള കഴിഞ്ഞു.